ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിറിൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും അലർട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിപ്പയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് അത് പിൻവലിച്ചോ എന്ന് ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം അലർട്ട് നോക്കാം. ആദ്യം ഇന്നത്തെ അലർട്ട് പറയുകയാണെങ്കിൽ ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. ഇനി നാളെ കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അലർട്ടുള്ളത്. 24-ാം തീയതി ഇന്ന് വന്ന അലർട്ട് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ അപ്ഡേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ നിപ്പയുടെ നിയന്ത്രണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ നിപ്പയുടെ എല്ലാം ആളുകളുടെ എണ്ണം, നിപ്പ ബാധിക്കുന്നവരുടെയൊക്കെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ നിപ്പയുടെ നിയന്ത്രണങ്ങളെല്ലാം മൊത്തത്തിൽ പിൻവലിച്ചിരിക്കുന്നത് അഥവാ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അതോടൊപ്പം തന്നെ മഴയുമായിട്ടുമൊക്കെ പറയുകയാണെങ്കിൽ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കുക. ഇനി മത്സ്യബന്ധനത്തിന് പോകാമോ, അതാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇന്ന് കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.